ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ക്രിസ്ത്യൻ വിശ്വാസികൾ വളരെ ആത്മീയ എരിവോടെ ആവേശത്തോടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, വസ്തുനിഷ്ഠമായി നമ്മളുടെ ചിന്തയ്ക്ക് വിധേയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിലേക്ക് ഉള്ള വഴി യേശു മാത്രമാണ് എന്ന അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. യേശു പറഞ്ഞ വാക്കുകളെ വിശ്വസിപ്പാൻ ക്രിസ്ത്യാനികൾ ബാധ്യസ്ഥരാണ്. അവയെ അവിശ്വസിച്ചാൽ, പുറന്തള്ളിയാൽ, മറുതലിച്ചാൽ വിശ്വാസികളാണ് എന്ന് അവകാശപ്പെടുവാൻ സാധ്യമല്ല. ഇതിൽ രണ്ട് പക്ഷമില്ല. എന്നാൽ യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് എന്നതിനെപ്പറ്റി ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഇടയിൽ വേണ്ടത്ര കരുതലില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, യേശുവിൽ കൂടെ മാത്രമേ ദൈവത്തെ അറിയുവാനും ദൈവ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് മരണാനന്തര ജീവിതത്തിലെ നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനും സാധ്യമാകുകയുള്ളൂ എന്ന ഈ ഒരു ധാരണ, അത് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്ന വിധം. നിങ്ങൾ ഒരു 100 ക്രിസ്ത്യാനികളോട് ചോദിക്കണം, യേശു മാത്രമാണ് ദൈവത്തിലേക്കുള്ള ഏക വഴി എന്ന ഈ പ്രസ്താവനയുടെ അല്ലെങ്കിൽ ആശയത്തിൻ്റെ അർത്ഥം എന്താണ്? അതിനെ പ്രാവർത്തികമായി നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അങ്ങനെ മനസ്സിലാക്കുന്നതിന് അനുസരിച്ച് നിങ്ങൾ ഏതെല്ലാം വിധത്തിലാണ്, തരത്തിലാണ്, തോതിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ നിശ്ചയമായും അവർ അന്ധാളിച്ച് നിൽക്കുക മാത്രമേ ഉള്ളൂ. വളരെ ആവേശത്തോടുകൂടെ ദൈവത്തിലേക്ക് യേശു അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പോലും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നോ ആ അർത്ഥത്തെ എപ്രകാരം പ്രാവർത്തികമാക്കണമെന്നോ എന്നതിനെപ്പറ്റി ബാലപാഠം പോലും ഉണ്ടാകുകയില്ല, അറിവുണ്ടാകുകയില്ല എന്നത് എനിക്ക് 100% തിട്ടമാണ്. പിന്നെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചെറുപ്പം മുതലേ ഇത് കേട്ടു, വളരെ ആവേശത്തോടുകൂടെ ഇതിൻ്റെ അർത്ഥം അറിയാൻ വയ്യാത്ത ആളുകൾ ആശയമില്ലാത്തപ്പോൾ ശബ്ദം ഉയർത്തിയാൽ ശരിയാകും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ഒരു പ്രസ്താവനയെ ബഹുഭൂരിപക്ഷം ആളുകൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ മറ്റാരെയും വിശ്വസിക്കരുത് എന്ന ഒരേ അർത്ഥത്തിൽ മാത്രമാണ്. അപ്പോൾ യേശു മാത്രമാണ് ദൈവത്തിങ്കിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ അതിൽ ഊന്നൽ കൊടുക്കുന്നത് യേശു മാത്രമാണ് എന്നുള്ളതാണ്. യേശുവിലല്ല, യേശു മാത്രമാണ് എന്ന വിധത്തിലാണ് നാം സംസാരിക്കുന്നത്, മനസ്സിലാക്കുന്നത്, മനസ്സിൽ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ വളരെ കൗതുകരമാണ്, എന്നാൽ അതേസമയം സങ്കടകരവുമാണ്. അടിസ്ഥാനപരമായ ആത്മീയ ആശയങ്ങളെപ്പറ്റി അല്പം പോലും തിരിച്ചറിവ് നമുക്കില്ല എന്നത് നാം ഈ വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിയേണ്ട ഒരു വസ്തുത തന്നെയാണ്. നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വളരെ ഭവ്യതയോടെ, അല്പം വൈക്ലഭ്യത്തോടെ പ്രവേശിക്കും. ഏതർത്ഥത്തിലാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു? അതിന് പല പല അർത്ഥതരങ്ങളുണ്ട്. ഇത് ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഞാൻ ഈ തരുണത്തിൽ ഏവരുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, യേശു എന്നത് 3 ഘടകങ്ങളുടെ സമന്വയമാണ്: വഴി, സത്യം, ജീവൻ. ഇതിൽ നാം ചെയ്യുന്നത്, നാം സത്യത്തെയും ജീവനെയും അങ്ങോട്ട് മാറ്റി വച്ചിട്ട് വഴിയെ മാത്രം പിടിക്കും.
അതുകൊണ്ടാണ് യേശു ദൈവത്തിലേക്കുള്ള വഴി യേശു മാത്രമാണ് എന്ന് പറയുന്നത്. വഴി മാത്രമാണ്. സത്യവും ജീവനോടെ പോയി യേശു പറഞ്ഞു, ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. അപ്പോൾ നാം യേശുവിൽ വിശ്വസിക്കുന്നു, ദൈവത്തെങ്കിലേക്കുള്ള വഴി യേശു മാത്രമാണ് എന്ന് പറയുമ്പോൾ, അതിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ, ആദ്യമായി നാം തിട്ടപ്പെടുത്തേണ്ടത്, നിശ്ചയമാക്കേണ്ടത്, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ യേശു പറയുന്നു, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. ആ സമൃദ്ധമായ ജീവൻ്റെ പാതയിലാണോ നാം സഞ്ചരിക്കുന്നത്? സമൃദ്ധമായ ജീവൻ അവകാശപ്പെടുന്നു അല്ലെങ്കിൽ സ്വായത്തമായിരിക്കുന്നു എന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണോ നാം വസിക്കുന്നത്? അതോ അവിടെയുമില്ല ഇവിടെയുമില്ല, ജീവനുണ്ടോ അതോ മരിച്ചോ എന്നറിയില്ല, ശീതവാനാണോ ഉഷ്ണവാനാണോ അറിയില്ല, എന്തിനു വേണ്ടി ഓടുന്നു എന്തിനു വേണ്ടി നിൽക്കുന്നു ഇതൊന്നും അറിയില്ല, യേശു ആരാണ്, എന്തിനു വേണ്ടി വന്നു ഇതൊന്നും അറിയില്ല, പക്ഷെ വഴിയാണ് എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? യേശു വളരെ വ്യക്തമായി പറയും, നാം ഒരു വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തി എന്തിനു വേണ്ടി വന്നു എന്നതിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചല്ലേ മനസ്സിലാക്കുന്നത്. ഇപ്പം നാം മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സുപ്രധാനമായ ലക്ഷ്യം, ഒരുപക്ഷെ ഏക ലക്ഷ്യം, ഭാരതത്തിലെ ജനങ്ങളെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാത്മാവായും രാഷ്ട്രപിതാവായും നാം അംഗീകരിക്കുന്നത്. അല്ലാതെ ഗാന്ധി 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 എന്ന് പറഞ്ഞാൽ ആ ശബ്ദം കേട്ടുകൊണ്ട് അതിലേതാണ് നിർവൃതി അനുഭവിക്കുന്നത് മണ്ടത്തരമല്ലേ? അത് തന്നെ ഇവിടെയും നാം മനസ്സിലാക്കണം. യേശു വന്നത് വളരെ കൃത്യമായ ഒരു ദൗത്യബോധത്തോടെയാണ്. താൻ എപ്പോഴും ആ കാര്യം ജനങ്ങൾ ഓർത്തിരിക്കണമെന്ന് താല്പര്യപ്പെട്ടിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ താൻ വന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനാണെന്നും കുരുടന്മാരുടെ കണ്ണ് തുറക്കാനാണെന്നും ബധിരരെ വിടുവിക്കാനാണെന്നും പറഞ്ഞിട്ടില്ലേ? ആ ദൗത്യത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന ഏവരും ക്രിസ്തുവിനെ അറിയുകയും അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുന്നവരുമാണ്. അതാണ് ക്രിസ്തുവിൻ്റെ മാർഗം. ആ മാർഗം തീർച്ചയായും ദൈവത്തിലേക്കുള്ള വഴിയാണ്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്ന ആശയത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അത് ഏതെങ്കിലും വിധത്തിൽ പ്രാവർത്തികമാക്കാൻ നാം കരുതിയിട്ടുണ്ടോ? നാം ഉൾപ്പെടുത്തുന്ന സഭകൾ ഈ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ എന്തെങ്കിലും താല്പര്യമുള്ളവരാണോ? അതോ പണക്കാരുടെ സുവിശേഷം കേട്ട് അതിൻ്റെ 10 വാങ്ങിച്ച് വളരെ മാന്യന്മാരായി നടക്കുകയും സുഖമായി ജീവിക്കുകയും ചെയ്യുന്ന ആ സുവിശേഷമാണോ? ഒന്ന് ആലോചിക്കണ്ടേ, നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? കുരുടന്മാരുടെ കണ്ണ് തുറക്കുന്നു. ആത്മീയമായ എല്ലാവരും കുരുടന്മാരാണ്. നിത്യമായ സത്യങ്ങളെ, ദൈവികമായ സത്യങ്ങളെ, മാറ്റമില്ലാത്ത ആത്മീയമായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ ഉള്ള കണ്ണില്ലാത്തവരാണ് നാം എല്ലാം. ദൈവം നമ്മുടെ കണ്ണ് തുറക്കാതെ നാം യഥാർത്ഥത്തിൽ കാണേണ്ടത് കാണാതെ പോകുകയാണ് എന്ന് മാത്രവുമല്ല, കാണരുതാത്തത് മാത്രം കണ്ടു നിൽക്കുന്നവരാണ് നാം. അപ്പോൾ അതിന് ഒരു വിടുതലുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ കണ്ണ്, ആത്മീയമായ കണ്ണ് ദൈവം തുറന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പൗലോസ്. ശൗലായിരുന്ന പൗലോസ്. അവന് നല്ല 2 കണ്ണുണ്ടായിരുന്നതാണ്. പക്ഷേ ആ കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ ആത്മീയമായ വെറും വൈകൃതം മാത്രമേ അവന് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കാണുന്നവരെയൊക്കെ പീഡിപ്പിച്ച് നടക്കുന്നതാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് അവൻ വിശ്വസിച്ചത്. അവൻ്റെ എരിവ് ഭ്രാന്തായിരുന്നു. എന്നാൽ ദൈവം അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ പിന്നെ അതിനുശേഷം കാണുന്ന യാഥാർത്ഥ്യങ്ങൾ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. അതുവരെ കാണാൻ കഴിഞ്ഞിരുന്ന കാര്യങ്ങൾ തികച്ചും അപകടകരമാണെന്നും ദൈവ സ്വഭാവത്തിന് ഘടകവിരുദ്ധമാണെന്നും അതിനുശേഷം കണ്ട കാര്യങ്ങൾ മാത്രമാണ് ദൈവീകമെന്നും അറിഞ്ഞതിൽ കൂടെ ശൗല് പൗലോസായി മാറി എന്ന് നമുക്കറിയാം. ഒരു രൂപാന്തരം സംഭവിച്ചു. അത് കണ്ണ് തുറക്കുമ്പോഴുണ്ടാകേണ്ട ഒരു അനുഭവമാണ്. അങ്ങനെ നമ്മുടെ ആരുടെയെങ്കിലും കണ്ണ് തുറന്ന് നമുക്ക് അവകാശപ്പെടാൻ ഒക്കുമോ?
പിന്നെ നാം യേശുവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ദയവായി ചിന്തിക്കുക. ഇത് അർത്ഥശൂന്യമായ ശബ്ദങ്ങളാക്കി നമ്മൾ അഥോവായു പുറപ്പെടുവിക്കുന്ന പോലെ മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മനസ്സോടെ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതിനൊന്നും യാതൊരു അർത്ഥമില്ലാത്ത അപശബ്ദങ്ങൾ മാത്രമാക്കി നാം അധപ്പതിപ്പിച്ചില്ലേ? അപ്പോൾ യേശുവാണ് മാർഗം. അതിൻ്റെ അർത്ഥം എന്താണ്? ബദ്ധിതരെ വിടുവിക്കാൻ വന്നു. നാം എല്ലാവരും അടിമകളാണ്. മനുഷ്യനിർമ്മിതമായ ഓരോ സംവിധാനത്തിൻ്റെ അടിമകളാണ് നാം. അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവികമായ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ നാം അറിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയുണ്ട്. അതിൻ്റെ പേരാണ് സമൃദ്ധമായ ജീവൻ എന്നുള്ളത്. കണ്ണ് തുറക്കാത്തവരെങ്ങനെയാണ് സമൃദ്ധമായ ജീവൻ അനുഭവിക്കുന്നത്, ആഘോഷിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചുകൂടെ? അപ്പോൾ ഇത് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, യേശുവിൽ കൂടെയാണ് ദൈവത്തിലേക്കുള്ള വഴിയെന്ന് പറയുമ്പോൾ അത് വഴിയും സത്യവും ജീവനും, ഈ 3 ഘടകങ്ങൾ ഒന്നുപോലെ, ഒന്ന് മറ്റതിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്തതുപോലെ ഒന്നായി തീർന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥ. ഇപ്പം സത്യത്തിൻ്റെ വഴിയെ മാത്രമേ ഞാൻ നടക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്ന എത്ര ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ജീവന് അനുയോജ്യമായ, ജീവൻ്റെ മർമ്മത്തിന് മേന്മ നൽകുന്ന നിലപാടുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേട്ടെടുത്ത് ചാടുകയില്ല. ഏത് പൊട്ടത്തരം പറഞ്ഞാലും അത് ദൈവദാസൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്ന പേരിൽ നെറ്റിപ്പെട്ട് ഒട്ടിച്ചുകൊണ്ട് വന്ന് ഏത് പൊട്ടത്തം പറഞ്ഞാലും അത് കേട്ട് വിഴുങ്ങുന്ന ഒരു വ്യക്തിയായി ഞാൻ വരികയില്ല. സഭയുടെ ലാഭത്തിന് വേണ്ടി കത്തിയെടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കത്തിയെടുക്കുകയില്ല എന്ന നിലപാടെടുക്കാൻ ധൈര്യമുള്ള എത്ര വിശ്വാസികൾ കേരളത്തിലുണ്ട്. സത്യത്തെയും നീതിയെയും കാണുമ്പോൾ അതിനുവേണ്ടി നിലകൊണ്ടാൽ മെത്രാനും അച്ഛനും കണ്ണ് ഉരുട്ടും എന്ന് പേടിച്ച് മുണ്ട് നനഞ്ഞു പോകുന്നവരാണ് ബഹുഭൂരിപക്ഷം സുറിയാനി ക്രിസ്ത്യാനികളും. അനുഭവം കൊണ്ടാണ് ഞാനീ പറയുന്നത്. അവർ യേശുവിൻ്റെ വഴിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇതിനേക്കാൾ പീറത്തരം എനിക്ക് വിഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. ഇനിയും നമുക്ക് കുറച്ചുകൂടെ മുൻപോട്ട് പോകാം. യേശുവിലാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം ദയവായി. ഇനി രണ്ടാമതായിട്ട് നമുക്ക് മറ്റൊരു ഭാഗം. യേശു എന്ന ആത്മീയ വ്യക്തിത്വത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന പൊരുൾ ഒരു പക്ഷേ ഏറ്റവും മഹനീയമായി വെളിപ്പെടുത്തിയത് യോഹന്നാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമുക്ക് ഏവർക്കും കാണാപ്പാഠമാണ്, ക്രിസ്ത്യാനികൾക്ക് കാണാപ്പാഠമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണല്ലോ യേശു, സംശയമില്ലല്ലോ. വചനം ജഡമായി തീർന്നു. ഈ വചനം എന്നത് ക്രിസ്തീയമായ ആശയമല്ല. ക്രിസ്തുവിന് മുമ്പ് 600 വർഷങ്ങൾക്ക് മുൻപ് ആഥൻസിൽ ജീവിച്ചിരുന്ന ഹെരാക്ലൈറ്റിസ് എന്ന് പറയുന്ന ഒരു യവന ദാർശനികൻ്റെ ആശയമായിരുന്നു ലോഗോസ്. ഞാൻ ആവർത്തിക്കട്ടെ. ക്രിസ്തുവിന് മുൻപ് 600 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിലെ ആഥൻസിൽ ജീവിച്ചിരുന്ന അതിശ്രേഷ്ഠനായ ഒരു ദാർശനികൻ, അദ്ദേഹത്തിൻ്റെ പേര് ഹെരാക്ലൈറ്റിസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു ഈ വചനം, ലോഗോസ്. ആ ആശയത്തെ സ്വാംശീകരിച്ചുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് വചനം ജഡമായി തീർന്നു. അപ്പോൾ വചനം എന്ന ആശയം അന്ന് നിലനിന്നിരുന്നത് എന്താണ്? അതിന് യുക്തി എന്നും റീസൺ എന്നും. എന്നാൽ വാസ്തവത്തിൽ ഞാൻ ഹെരാക്ലൈറ്റിസിൻ്റെ എഴുത്തുകൾ ആകെപ്പാടെ നമുക്ക് അവശേഷിക്കുന്നത് വളരെ കുറച്ചു മാത്രമാണ്. എല്ലാം കൂടെ ചേർത്താൽ ഒരു 50 പേജ്, 50-55 പേജേ ഉള്ളൂ. അതെല്ലാവർക്കും വായിക്കാവുന്നതാണ്. അത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൽ ഹെരാക്ലൈറ്റിസിൻ്റെ ആശയം, ഈ ലോഗോസ് എന്നത്, വചനം എന്നത് എല്ലാറ്റിനെയും കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കുന്ന മർമ്മം. ഇപ്പോൾ
പഴയ നിയമത്തിൽ ദൈവമാണ് ഈ സൃഷ്ടി മുഴുവനും നടത്തിയത്. അപ്പോൾ ദൈവം എന്ന മർമ്മത്തിൽ കൂടെ സൃഷ്ടിയാകമാനം ഒന്നായി തീർന്നിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ വിവിധമായ അംശങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്, പ്രതിഭാസങ്ങളുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇതൊന്നാണ്. ഈ ഒരു തിരിച്ചറിവ് ഹിന്ദുമതത്തിലുമുണ്ട്. ബ്രഹ്മ, ഒരേ ഒരു റിയാലിറ്റി, ഒരേ ഒരു യാഥാർത്ഥ്യം ബ്രഹ്മാവാണ്. ഈ വ്യാവഹാരിക ലോകം, അതിന് നാം കൽപ്പിക്കുന്ന യാഥാർത്ഥ്യമില്ല, റിയാലിറ്റി ഇല്ല. ഇതിൻ്റെ റിയാലിറ്റി പോലും ബ്രഹ്മയാണ്. അപ്പോൾ ഇത് ബ്രഹ്മാവിൽ വന്ന് ലയിച്ച് തിരിച്ചു ചേരുമ്പോൾ മാത്രമേ ഇതതിൻ്റെ യഥാർത്ഥ രൂപം തന്നെ പ്രാപിക്കുകയുള്ളൂ എന്ന വിശ്വാസം. അതുകൊണ്ടാണ് ഇതെല്ലാം മായയാണ്, എല്ലാം മായ എന്ന്. അത് വേദപുസ്തകത്തിൽ സഭാപ്രസംഗിയിൽ പറയുന്നുണ്ടല്ലോ, എല്ലാം മായ, സർവവും മായ. വാനിറ്റി ഓഫ് വാനിറ്റീസ്, ഓൾ ഈസ് വാനിറ്റി എന്ന് പറയുന്നില്ലേ? ഇത് വളരെ അടുപ്പമുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യാനി ഞെട്ടിപ്പോവും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റവരും ഇതിൽ അറിഞ്ഞിട്ടുണ്ട്, അവരും അത് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നാം എന്തിനാണ് ഇങ്ങനെ ഞെട്ടുന്നത്? അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ, ആരോഗ്യമുണ്ടോ, ബോധമുണ്ടോ? അപ്പോൾ ഹെറാക്ലൈറ്റസ് എൻ്റെ ആശയത്തിൽ ഈ ലോഗോസ് എന്ന് പറയുന്നത്, വചനമെന്നത് ഈ പ്രപഞ്ചത്തിലെ വിവിധമായ ഘടകങ്ങളെ എല്ലാം കോർത്തിണക്കി അതിനെ ഒന്നാക്കി തീർക്കുന്ന, വൈരുദ്ധ്യങ്ങളെയും പോലും ഒന്നാക്കി തീർക്കുന്ന ഒരു ഘടകമുണ്ട്. അഗോചരവും അദൃശ്യവുമായ ഒരു ഘടകമുണ്ട്. ആ ഒരു ഘടകത്തിൻ്റെ ഒരു പ്രത്യേകമായ ദൗത്യം എന്താണ്? നമ്മുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളെന്ന് തോന്നുന്നതിനെ ഒന്നാക്കുക. ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ നാം യേശുവിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പണ്ടറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി വരും. ഉദാഹരണമായിട്ട്, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ മർമ്മം എന്താണ്? അതിൻ്റെ മർമ്മമാണ് ലോഗോസ്. കാരണം ഈ വചനമെന്നത്, ലോഗോസ് എന്നത് വൈരുദ്ധ്യമുള്ള ഘടകങ്ങൾ ആത്യന്തികമായി ഒന്നാണ്. നീയും നിൻ്റെ ശത്രുവും ഇപ്പോഴുള്ള നിൻ്റെ വൈകാരികമായ അവസ്ഥയിൽ പരസ്പര വിരുദ്ധ ഘടകങ്ങളാണെന്ന് നിനക്ക് തോന്നുമെങ്കിലും നീ ലോഗോസിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ നിങ്ങൾ രണ്ടും ഒന്നാണ്. ഈ ഒരു തിരിച്ചറിവ് വാസ്തവത്തിൽ ഏറ്റവും വ്യക്തമായി സ്ഥിതി ചെയ്യുന്നത് ഹിന്ദു അദ്വൈത ദർശനത്തിൽ തന്നെയാണ്. തത്വമസി, ദാറ്റ് ദ വാട്ട്. അവിടെ നിൽക്കുന്നവൻ്റെ ശത്രുവാണ്, അവനും നീയാണ്. അവിടെ നിൽക്കുന്ന ഒരു മരമാണ്, അതും നീയാണ്. ഈ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം ജീവൻ്റെ പ്രതിഭാസങ്ങളുണ്ടോ, ജീവൻ്റെ മർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, അവിടെയൊക്കെ നീയുമുണ്ട്. അവയെല്ലാം നിന്നിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വീകാര്യമായ ഒരാശയമാണ്. കാരണം ഞാൻ യേശുവിനെ അനുഗമിക്കുന്നൊരു വ്യക്തിയായതുകൊണ്ട്, യേശുവിനെ യോഹന്നാൻ്റെ വെളിപ്പെടുത്തലിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം യേശുവിലാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നാം ലോഗോസിലാകുന്നു. അതുകൊണ്ട് ഒരു ചേരിതിരിവും ക്രിസ്ത്യാനിക്ക് സ്വീകാര്യമാകരുത്. ചേരിതിരിവിൻ്റെ പരിണിത ഫലമാണ് സങ്കുചിതമായ മനോഭാവം. ഒരു മർത്തോമക്കാരനല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു നന്മ വന്നാൽ ഇച്ചിരി പ്രയാസമാണ്. അല്ലെങ്കിൽ മർത്തോമ അല്ലാത്ത മറ്റൊരു സഭയ്ക്ക് ഒരു നന്മ വന്നാൽ, അക്രൈസ്തവർക്ക് നന്മ വന്നാൽ പിന്നെ സഹിക്കാൻ കൂടെ വയ്യ. അങ്ങനെ എൻ്റെ ഒരു അനുഭവം ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. 2005 ഞാൻ മാരാമണ്ണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് കടശി യോഗത്തിൽ ഞാനാണ് പ്രസംഗിക്കുന്നത്. ആ കാലങ്ങളിൽ മാരാമണ്ണ് ആദ്യ യോഗത്തിൽ അല്ലെങ്കിൽ കടശി യോഗത്തിൽ ഞാൻ തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ട്. അപ്പോൾ അന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ചെറുകോൽ പുഴയിൽ ഹിന്ദുക്കളുടെ വലിയ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ മാരാമണ്ണും ചെറുകോൽ പുഴയും പരസ്പര മത്സരമാണ്. ഇപ്പം ഈ വള്ളംകളിയിലെ മത്സരം പോലെ, ആരാണ് വലുത്. അപ്പോൾ എൻ്റെ മനസ്സിൽ മനുഷ്യൻ്റെ അന്വേഷണങ്ങൾ,
വെളിച്ചത്തെ അന്വേഷിച്ചുള്ള മനുഷ്യൻ്റെ തീർത്ഥയാത്രകളെല്ലാം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിലയേറിയതാണ്. വെളിച്ചത്തിനൊരു ലേബലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആര് എത്ര ദേഷ്യപ്പെട്ടാലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള മണ്ടത്തരം എനിക്കില്ല. അപ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, മരമണ്ണ് മണക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, വെളിച്ചത്തെ അന്വേഷിച്ചിട്ടുള്ള യാത്ര എല്ലാ മനുഷ്യരും നടത്തുമ്പോൾ അതിൻ്റെ മേൽ നിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമേ. ചെറുകോൽപ്പുഴയിൽ ആരംഭിക്കുന്ന കൺവെൻഷനിൽ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാർത്തവാക്കാരൻ്റെ ചങ്ക് പൊടിഞ്ഞുപോയി. അവനെങ്ങനെ സഹിക്കും? മനസ്സിലാക്കണം. ലോഗോസ് ആണെന്ന് പറയും, ലോഗോസ്. മാർത്തവാക്കാരൻ്റെ ലോഗോസ് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇടയിൽ ലോഗോസിൻ്റെ മറ്റൊരു പ്രകടനമാണ് ഓർത്തഡോക്സുകാരനും യാക്കോബാരും തമ്മിലുള്ള സ്നേഹം. എന്താണ് ലോഗോസ്? പരസ്പര വൈരുദ്ധ്യമുള്ള ശത്രുക്കളെന്ന് തോന്നുന്നത് ഒന്നാണ് എന്ന് തിരിച്ചറിയാനുള്ള ആന്തരികമായ വെളിച്ചമാണ് ഈ ലോഗോസ്. വചനം ജഡമായി തീർന്നു. ആ ലോഗോസ് ജഡമായി തീർന്നു. എന്താണ് ജഡമായി തീരുക എന്നർത്ഥം? അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ ഇല എന്ന വാക്ക് എടുക്കുക. ഇല, ലീഫ്, ഇല എന്ന് പറയുമ്പോൾ അതൊരു ആശയമാണ്. ഇല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ശബ്ദം വരുമ്പോൾ നിങ്ങൾ ഇല എന്ന ആശയത്തെ ആർക്കും കാണാൻ സാധ്യമല്ല. അത് അദൃശ്യമായ ഒരു 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 കാര്യമാണ്. അൻ ഇൻവിസിബിൾ ഫിനോമിനൻ. അത് ഫിനോമിനൻ എന്ന് പോലും പറയാൻ പറ്റില്ല. അൻ ഇൻവിസിബിൾ ഐഡിയ. ഇറ്റ്സ് എൻ ആബ്സ്ട്രാക്റ്റ് ഐഡിയ. ലീഫ്, അത് വചനം. ഈ ലീഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇല എന്ന് പറയുന്നത് എല്ലാ ഇലകളെയും കോർത്തിണക്കുന്ന ഒരു വാക്കാണ്. അതിനകത്ത് തെങ്ങിൻ്റെ ഓലയും പ്ലാവിൻ്റെ ഇലയും മാവിൻ്റെ ഇലയും അവിടെ നിൽക്കുന്ന റോസാ ചെടിയുടെ ഇലയും അങ്ങ് ദൂരെ നിൽക്കുന്ന ഓക്കുമരത്തിൻ്റെ ഇലയും ആഞ്ഞലിയുടെ ഇലയും എല്ലാം അതിൽപ്പെടും. അപ്പം ഇല എന്ന വാക്കെന്താണ്? ലോഗോസിൻ്റെ പോലെയാണ്. അത് എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്നു. ഈ ലോകത്തിൽ എത്ര എത്ര ചെടികളുണ്ട്, ഏതെല്ലാം വിധത്തിലുള്ള മരങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം തറയിലെ പുല്ലിൻ്റെ പോലും ഇലയെല്ലാം കോർത്തിണക്കുന്ന ഒരു ശബ്ദമാണ് ഇല എന്നുള്ളത്. എന്നാൽ അത് കഴിഞ്ഞ് നാം പറയുകയാണ് മാവിൻ്റെ ഇല എന്ന് പറയുമ്പോൾ എന്തോ ആ വലിയ വിശാലമായ ജനറൽ ഐഡിയ അത് ചുരുങ്ങിയിട്ട് അതൊരു പ്രത്യേകതയുള്ള, നമുക്ക് കാണാനും സ്പർശിക്കാനും സാധ്യമാകുന്ന ഒരു കാര്യമായി മാറുന്നു. അതിനുശേഷം നാം പറയുകയാണ് കിളിച്ചുണ്ടൻ മാവിൻ്റെ ഇല എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ സ്പഷ്ടതയുണ്ടാകുകയാണ്. അതിനുശേഷം ഞാൻ പറയുകയാണ് എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ പറമ്പിൽ നിൽക്കുന്ന കിളിച്ചുണ്ടൻ മാവിൻ്റെ ഇല എന്ന് പറയുമ്പോൾ എൻ്റെ പറമ്പിൽ നിൽക്കുന്ന കിളിച്ചുണ്ടൻ മാവിൽ നിന്ന് മാത്രമേ എനിക്ക് മാങ്ങ പറിച്ച് ആസ്വദിക്കാൻ സാധ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഇല പറിച്ച് മാത്രമേ എനിക്ക് മണക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇല എന്ന് പറയുന്ന അമൂർത്തമായ ഈ ഒരു ആശയത്തെ എനിക്ക് മണക്കാനോ രുചിക്കുവാനോ സാധ്യമല്ല. ഇല നിൽക്കുന്ന ആ മാവ് എന്ന് പറയുന്ന അമൂർത്തമായ ആശയത്തിൽ നിന്ന് എനിക്ക് മാങ്ങ പറിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന കിളിച്ചുണ്ടൻ മാവിൻ്റെ മാങ്ങായും എനിക്ക് പറിക്കാൻ സാധ്യമല്ല. എനിക്ക് മാങ്ങ പറിച്ച് ആസ്വദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മാങ്ങ പഴുക്കുമ്പോൾ നിങ്ങൾക്ക് 2 മാങ്ങ എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമായി നൽകണമെങ്കിൽ എൻ്റെ പറമ്പിൽ കിളിച്ചുണ്ടൻ മാവ് ഉണ്ടാകണം. അതിൽ നിന്ന് മാത്രമേ എനിക്ക് മാമ്പഴം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാവ് എന്ന് പറയുന്ന ആശയം അതാണ് വചനം. ജഡമായി തീർന്നു. അത് അമൂർത്തമായത് മൂർത്തിമത് ഭാവമായി. അത് എനിക്ക് സ്പർശിക്കാനും കൈകാര്യം ചെയ്യാനും ഉതകുന്ന വിധത്തിൽ അതിന് ഒരു രൂപവും ഭൗതികമായ യാഥാർത്ഥ്യവും ഉണ്ടായി. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് വചനം ജഡമായി തീർന്നു.
അപ്പോൾ മാവ് എന്ന് പറയുന്ന അമൂർത്തമായ ആശയത്തിന് ജഡമുണ്ടായെങ്കിൽ മാത്രമേ എൻ്റെ വീടിനകത്ത് കിളിച്ചുണ്ട മാങ്ങ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ മാവ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ 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 എന്ന് ഇങ്ങനെ ജലിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അത് അമൂർത്തമായ മാവിൻ്റെ കൂട്ടാണ്, ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ യേശു 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 കർത്താവേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമൂർത്തമായ, ആർക്കും ഒരു മാങ്ങായും പറിക്കാൻ ഒരു കാലത്തും സാധ്യമല്ലാത്ത ഒരു മാവാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നത്, എന്നോട് കർത്താവേ 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 എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഇപ്പോൾ ഏകദേശം അർത്ഥം മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളിത് മുഴുവനും ഈ വാക്കിൻ്റെയും നാവിൻ്റെയും ഇടയിൽ നിർത്തിയിരിക്കുകയാണ്, അറ്റത്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിനൊന്നും വചനം ജഡമായി തീർന്നു എന്നത് നാം കരുതുന്നില്ല. വചനം 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 വചനം. എന്തുകൊണ്ടാണ് വചന ശുശ്രൂഷ ഇത്രമാത്രം കാറ്റായിപ്പോയത്, പതിര ആയിപ്പോയത്, യാതൊരു പ്രയോജനമില്ലാത്ത പോയത്? ഇത് ഈ വചനം കൊണ്ട് ഞാൻ നിൽക്കുകയാണ്, ജഡമാകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ചോദിച്ചു. നമ്മൾ വഴി പിടിച്ചിരിക്കുകയാണ്. ഇടത്തെ കയ്യിൽ വചനം, വലത്തെ കയ്യിൽ വഴി, ഞാൻ നിൽക്കുകയാണ്. ക്രിസ്ത്യാനികാരാണ്, 2 കൈയേ ഉള്ളൂ. ഒരു കയ്യിൽ ഇതാ വഴി, മറ്റേ കയ്യിൽ വചനം. ബാക്കി ഒന്നും നമ്മുടെ കയ്യിലില്ല, ബാക്കിയെല്ലാം പോകുകയാണ്. ഇതുകൊണ്ടാണ് യാതൊരു ഉള്ളടക്കവുമില്ലാത്ത ആത്മീയ ജീവിതം എന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെ കാട്ടിയൊക്കെ നടത്തി ഇങ്ങനെ പോകുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും ഫലം കായ്ക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ ആദ്യത്തെ ഒരു 7-8 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കാം. അവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾ ഫലം കായ്ക്കണം. പ്രത്യേകിച്ച് 4-ാമത്തെ വാക്യം നമുക്ക് കാണാപ്പാടം അറിയാവുന്നതാണ്. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. ആ ഒരു മാനദണ്ഡം വെച്ച് നാം നമ്മെ തന്നെ അളന്നാൽ നാം എവിടെ നിൽക്കും? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ എന്താണ് പറയുന്നത്? സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒളിച്ചോടി പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചത് ആരാണ്? ഇതാ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മളെന്ത് നല്ല ഫലമാണ്, നമ്മളെന്ത് മാനസാന്തരത്തിൻ്റെ ഫലമാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്? ദയവായി ചിന്തിക്കുക, അറിയിക്കുക. പിന്നെ യേശുവാണ് മാർഗം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അർത്ഥമുണ്ടോ? പതിരുകളുടെ ഉള്ളൊരു മാലയല്ലേ ഇത്? പതിലുകളുടെ ഒരു ഹാരമല്ലേ ഇത്? അർത്ഥശൂന്യമായ ജൽപ്പനങ്ങളല്ലേ ഇത്? അതും പൊക്കി പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേലെ കുതിര കയറാൻ പോവുക. നീ നരകത്തിൽ പോകും, ഞാൻ മാത്രം സ്വർഗത്തിൽ പോകും. പതിരുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നതായി പറയുന്നത് വെറും ഉണക്കക്കൊള്ളിയായിട്ടുള്ള കറിയാച്ചനും തോമാച്ചനും ചേച്ചേമയും അറിയാമേയും പതിരെ പിടിച്ച് സ്വർഗത്തിൽ പോകുന്നതാണ് ഈ പറയുന്നത്. ഇത് എന്ത് കോലാഹലമാണ്, ഇതെന്ത് നാണക്കേടാണ്. ദയവായി ചിന്തിക്കുക. അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുക. വചനം ജഡമായി തീർന്നു. അത് ലോകത്തിലെ ഏറ്റവും വലിയതും അനിവാര്യവുമായ ഒരു പ്രക്രിയയാണ്. വചനം ജഡമായി തീർന്നു. ഇപ്പം നാം ജനിക്കുമ്പോൾ ഒരു ശിശുവായി ജനിക്കുന്നു. അത് വചനം പോലെയാണ്. കാരണം നിങ്ങൾ ശിശുക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ശിശുക്കളും പിറന്നു വീഴുന്ന ദിവസം ഒരുപോലെ തന്നെയാണ്. കാരണം അത് മനുഷ്യൻ എന്ന ആശയത്തിൻ്റെ അമൂർത്തവും മൂർത്തവുമായ ഒരു അവസ്ഥയാണ്. നൈദർ ആബ്സ്ട്രാക്റ്റ് നോർ കംപ്ലീറ്റ്ലി കോൺക്രീറ്റ്. അതാണ് ഈ ശൈശവത്തിൻ്റെ വലിയ സൗന്ദര്യം. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ അമൂർത്തമായത് ക്രമേണ മൂർത്തമായി നാം ഓരോരുത്തരും വളരെ വ്യക്തതയും പ്രത്യേകതയുമുള്ള വ്യക്തിത്വങ്ങളായി വളരുകയാണ്. ഇപ്പോൾ മാവ് എന്ന ആശയം എൻ്റെ പറമ്പിലെ കിളിച്ചുണ്ടൻ മാവായി രൂപാന്തരപ്പെടുന്നത് പോലെ ശിശു എന്ന ആശയം, മനുഷ്യനെന്ന ആശയം ശിശു എന്ന ആ മധ്യാന്തര അവസ്ഥയിൽ കൂടെ, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ കൂടെ ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുകയാണ്.
ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് ആത്മീയതയിൽ പരമപ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ക്രിസ്ത്യാനി ഇന്നും മനസ്സിലാക്കുന്നില്ല. 1000 തവണ പറഞ്ഞാലും സ്വീകാര്യമല്ല. നിനക്ക് ആത്യന്തികമായ എന്തെങ്കിലും സമ്പത്തുണ്ട് എങ്കിൽ അത് നിൻ്റെ വ്യക്തിത്വം മാത്രമാണ്. നിൻ്റെ അധരം കൊണ്ട് പുറപ്പെടുവിക്കുന്ന അപശബ്ദങ്ങളായിരിക്കേയില്ല. നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ മാറ്റം എന്താണ് എന്ന് അറിയുവാൻ എന്താണ് കൂട്ടാക്കാത്തത്? നാം യേശുവിനെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ ആ വലിയ വ്യക്തിത്വം ലോകത്തിൻ്റെ പ്രഭയായിരുന്നു, പ്രകാശമായിരുന്നു, മനുഷ്യജീവിതത്തെ ദീപ്തമാക്കുവാൻ പര്യാപ്തമായ അത്ഭുതകരമായ ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് തിരിച്ചറിയുവാൻ എന്താണ് പ്രയാസം? നാം യേശുവിനെ പോലെ ആകണം എന്നാണ് ദൈവഹിതമെന്ന് യേശു പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്നെപ്പോലെ ആയിത്തീരുകയും. അല്ലാതെ യേശുവാണ് മാർഗം, യേശുവാണ് മാർഗം, യേശുവാണ് മാർഗം, മറ്റൊരു മാർഗവുമില്ല. യേശുവാണെന്നുള്ള മാർഗം പോട്ടെ, അതല്ല പ്രധാനം, മറ്റൊരു മാർഗവുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കും. എനിക്ക് യേശുവിൻ്റെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അതിച്ചിരി ഭാരമേറിയ പണിയാണ്. അതുകൊണ്ട് എനിക്ക് ആകെപ്പാടെ ചെയ്യാവുന്നത് എന്താണെന്നറിയാം, മറ്റാർക്കും ഈ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ഹിന്ദുവിനും മുസ്ലിമിനും സിഖുകാരനും ബൗദ്ധമതക്കാരനും ഒന്നും ഇതിൽ പ്രവേശനമില്ല. മറ്റാർക്കും പ്രവേശനമില്ലെങ്കിൽ എനിക്ക് പ്രവേശനമുണ്ട്. ഈ മറ്റുള്ളവരുടെ അയോഗ്യത മാത്രമാണ് എൻ്റെ യോഗ്യത എന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം അല്പത്തരത്തിൻ്റെ വ്യക്തിത്വം വഹിച്ചുകൊണ്ട് നടക്കുന്ന, അയ്യോ ഉപയോഗിക്കാത്തൊരു വാക്ക് ഞാൻ പറയാൻ പറ്റും, വെറും ശുദ്ധ മൊണ്ണകളാണെന്ന്. അങ്ങനെ ആയിത്തീരാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് വചനം നൽകിയിരിക്കുന്നത്. പക്ഷേ ആ വചനം ഉപയോഗിച്ചും നാം നമ്മുടെ മൊണ്ണത്തരത്തിൻ്റെ ആ ഭീകരത വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനാണ് നമുക്ക് വചനം നൽകിയത്? യേശു പറയുന്നുണ്ട്, സാത്താനോടുള്ള ആ പ്രതികരണത്തിൽ പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നാം യഥാർത്ഥത്തിൽ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി എപ്രകാരം ഈ ലോകത്തിൽ പ്രാപിച്ച് അത് മനുഷ്യരാശിയുടെ അനുഗ്രഹമായി രൂപാന്തരപ്പെട്ടുവോ, ലോകത്തിൻ്റെ വെളിച്ചമായി രൂപാന്തരപ്പെട്ടുവോ, അപ്രകാരം തന്നെ രൂപാന്തരപ്പെടുവാൻ നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് യേശു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ നാം ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി വളരണമെങ്കിൽ നമുക്ക് ശാരീരികമായ പോഷണം, ശാരീരികമായ ജീവിതത്തെ നിലനിർത്തുവാൻ എപ്രകാരം ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം വളർത്തുവാനും നിലനിർത്തുവാനും ഈ ആത്മീയമായ പരിജ്ഞാനവും അത് പ്രാവർത്തികമാക്കുന്നതിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയും അനിവാര്യമാണ് എന്ന വളരെ വളരെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് യേശു നടത്തിയത്. പക്ഷേ അതും നമ്മളുമായിട്ടൊന്നും പുലബന്ധം പോലുമില്ല. പക്ഷേ നമുക്ക് വായുള്ളത് കൊണ്ട്, നല്ല സമർത്ഥമായ നാക്കുകളുള്ളത് കൊണ്ട്, പിതാവേ പിതാവേ പിതാവേ, കർത്താവേ കർത്താവേ കർത്താവേ, പിന്നെ എൻ്റെ കൂടെ 10 മറുഭാഷയും പൊട്ടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അയ്യോ, ഇതിൻ്റെ പരിതാപകരമായ അവസ്ഥയോർത്ത് നെഞ്ചു പൊടിയുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ദൈവം സൽബുദ്ധി നൽകുമാറാകട്ടെ.